നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ സമരം ശക്തമാക്കി കോൺഗ്രസ്. സ്ഥാപനം പ്രവർത്തിക്കുന്ന മാട്ടായിൽ രണ്ടാം ഘട്ട സമരപരിപാടികൾ തുടങ്ങി. തട്ടിപ്പിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടിയുണ്ടാകും വരെ സമരം തുടരുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിലുള്ള പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അമ്പലപ്പാറ കണ്ണമംഗലത്ത് മധ്യവയസ്കനെ സുഹൃത്ത് വെട്ടിക്കൊന്നത് മദ്യലഹരിയിലെന്ന് പോലീസ്. കടമ്പഴിപ്പുറം സ്വദേശി രാമദാസ് കൊല്ലപ്പെട്ടത് ഇന്നലെ വൈകിട്ട്. പ്രതി കണ്ണമംഗലം സ്വദേശി ഷൺമുഖനെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കകം. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നു രാവിലെ പൂർത്തിയായി. മലമ്പുഴ ഡാമിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയത്തിൽ പ്രതികരണവുമായി A. പ്രഭാകരൻ MLA. മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് കരുതുന്നില്ല. എതിർപ്പ് ഏതു പദ്ധതിയെയും ആദ്യം എതിർക്കുന്നവരുടെ ഭാഗത്തു നിന്നു മാത്രമെന്നും MLA. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ തടസ്സമാകുന്നത് കേന്ദ്ര നിയമങ്ങളെന്നും A. പ്രഭാകരൻ. പിരായിരി പെട്രോൾ പമ്പ് കവർച്ചാ കേസ് അന്വേഷണത്തിനിടെ തെളിഞ്ഞത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണ കേസുകൾ. കേസുകൾക്ക് തുമ്പുണ്ടായത് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായ പ്രതി ചാവക്കാട് സ്വദേശി റിംഷാദിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ. പമ്പ് കവർച്ചാ കേസിൽ തൊണ്ടി മുതൽ വിൽക്കാൻ പ്രതിയെ സഹായിച്ച പാലക്കാട് സ്വദേശിനിയും അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. മാട്ടായിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം മാട്ടായിൽ ആരംഭിച്ചു. നടപടിയുണ്ടാകും വരെ സമരം തുടരുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പറഞ്ഞു. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘ ഭരണസമിതിയിലെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുക, പാവപ്പെട്ട നിക്ഷേപകരുടെ പണം ഉടൻ തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാട്ടായ സെൻട്രൽ സമരം സംഘടിപ്പിച്ചത്. നേരത്തെ സംഘം ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ട സമരം ആരംഭിച്ചത്. പ്രതിഷേധ സംഗമം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും നടപടിയുണ്ടാകും വരെ കോൺഗ്രസ് സമരം തുടരുമെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. ഈ സംഘത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. CMPയുടെ നേതാവായിരുന്ന ശ്രീ നാരായണന്റെ സഹധർമ്മിണി, എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അവർ പ്രസിഡന്റായി ആരംഭിച്ച വനിതാ സഹകരണ സംഘമാണ്. ആ സംഘം അതിന്റെ പല ഘട്ടങ്ങളിലും നഷ്ടത്തിലായിരുന്നിട്ട് പോലും ഈ സംഘം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈവശം എത്തിയത് ഒരുപക്ഷെ ഞാങ്ങാട്ടിയിലെ പലർക്കും ഓർമ്മയുണ്ടാകും. വലിയ പോലീസ് സന്നാഹത്തോടുകൂടി നടന്നൊരു തെരഞ്ഞെടുപ്പ് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഞാനൊക്കെ വന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ നാരായണന്റെ ബേക്കറിയിൽ ഒരു ബോർഡ് വെച്ച് വനിതാ സഹകരണ സംഘം തൃത്താല എന്നൊരു, അതാണ് അതിന്റെ ഓഫീസ്. അദ്ദേഹത്തിന് ഒരു ബേക്കറി ഉണ്ടായിരുന്നു ഞാങ്ങാട്ടി സെന്ററിൽ. മാർക്സിസ്റ്റ് വലിയ പാർട്ടി വലിയ വ്യഗ്രത കാണിച്ചുകൊണ്ട്, വലിയ തിടുക്കം കാണിച്ചുകൊണ്ട്, CMP അന്ന് കോൺഗ്രസ് മുന്നണിയിലാണ്, UDF മുന്നണിയിലാണ്, വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചെയ്തുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PV മുഹമ്മദ് അലി, K വിനോദ്, K ഷംസുദ്ദീൻ, TA നഹാസ്, H നാരായണൻ, സലീം മാട്ടായ, A സലീം, PM മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിലുള്ള പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പനമണ്ണ വട്ടനാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ട്രെഞ്ചിങ് ഗ്രൗണ്ട് റോഡിൽ പോലീസ് തടഞ്ഞു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി.
തുടർന്ന് നടന്ന യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാർച്ച് വെച്ചത് ഇവിടെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ട്രെഞ്ച് ഗ്രൗണ്ടിൽ പൂന്തോട്ടമുണ്ടാക്കാനുള്ള കൺകെട്ട് വിദ്യയുമായിട്ടാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടുണ്ട്. എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. കുറെ അമ്മമാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. MP രാജേഷിന്റെ മുമ്പിൽ അണിനിർത്തുന്ന അമ്മമാരെ അണിനിർത്തുമ്പോൾ എന്തിനാണ് MP രാജേഷ് ഇവിടെ വരുന്നത്? ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ല കാര്യമുണ്ട്? ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ പൂന്തോട്ടത്തിന്റെ അടിയിൽ കിടക്കുന്നത് മണ്ണല്ല, പ്ലാസ്റ്റിക്കാണ്. അമ്മമാര് ആ പ്ലാസ്റ്റിക് നീക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജൈവ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിച്ച ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, ഇവിടെ 3 കരാർ കൊടുത്തു. BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ EP നന്ദകുമാർ, P. സത്യഭാമ, KV ജയൻ, P. രഞ്ജിത്ത്, K. പ്രമോദ് കുമാർ, S. സ്വരൂപ്, P. കൃഷ്ണകുമാർ, AP പ്രസാദ്, P. ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിനു ശേഷം റോഡ് ഉപരോധിച്ച നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം പ്രതിഷേധ പരിപാടിയിലോ പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാലയിലെ ഉദ്ഘാടന ചടങ്ങിലോ BJP കൗൺസിലർമാരാരും പങ്കെടുത്തില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ കണ്ണമംഗലത്ത് മധ്യവയസ്കനെ സുഹൃത്ത് വെട്ടിക്കൊന്നത് മദ്യലഹരിയിലെന്ന് പോലീസ്. ഇന്നലെ വൈകുന്നേരമാണ് കടമ്പഴിപ്പുറം സ്വദേശി 54 വയസ്സുള്ള രാമദാസ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കണ്ണമംഗലം സ്വദേശി ഷൺമുഖനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായത്. കണ്ണമംഗലത്ത് ഇന്നലെ വൈകിട്ടാണ് അതിദാരുണമായ കൊലപാതകം നടന്നത്. കടമ്പഴിപ്പുറം സ്വദേശിയായ 54 വയസ്സുള്ള രാമദാസിനെ സുഹൃത്തായ ഷൺമുഖൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മദ്യലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട രാമദാസ് മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയാണ്. രാമദാസും ഷൺമുഖനും ദീർഘകാലമായി അടുത്ത പരിചയക്കാരാണ്. രാമദാസിൻ്റെ കടമ്പഴിപ്പുറത്തെ വീട്ടിൽ ഷൺമുഖനും ഷൺമുഖൻ്റെ അമ്പലപ്പാറ കണ്ണമംഗലത്തെ വീട്ടിൽ രാമദാസും സ്ഥിരം വന്നു പോകാറുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇരുവർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. രണ്ടുപേരും മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണ്. ഇവർ തമ്മിൽ മുമ്പുണ്ടായ എന്തെങ്കിലും ഇടപാടുകളിലെ വൈരാഗ്യമാണോ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നും ബന്ധുക്കൾ സംശയിക്കുന്നുണ്ട്. രാമദാസിൻ്റെ 2 കാലുകൾക്കുമാണ് വെട്ടേറ്റത്. ആഴത്തിൽ മുറിവേറ്റിരുന്നു. സംഭവശേഷം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായത്. കൃത്യം നടന്ന അമ്പലപ്പാറയിലെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പിരായിരി പെട്രോൾ പമ്പ് കവർച്ച കേസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണ കേസുകൾ. പിരായിരി പമ്പ് കവർച്ചയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായ ചാവക്കാട് സ്വദേശി റിംഷാദിനെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് നിരവധി മോഷണ കേസുകൾക്ക് തുമ്പുണ്ടായത്. പിരായിരി പമ്പ് കവർച്ച കേസിൽ തൊണ്ടി മുതൽ വിൽക്കാൻ സഹായിച്ച പാലക്കാട് സ്വദേശിനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംസ്ഥാനത്തെ നിരവധി പെട്രോൾ പമ്പുകളിലുണ്ടായ മോഷണ കേസുകളും നിരവധി വാഹനമോഷണ കേസുകളും സംബന്ധിച്ച് തുമ്പുണ്ടായത്. എറണാകുളം ജില്ലയിൽ മാത്രം പ്രതി റിംഷാദും സംഘവും ചേർന്ന് 3 പെട്രോൾ പമ്പുകളിൽ മോഷണം നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതായും പാലക്കാട് ജില്ലയിൽ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് മറ്റൊരു പെട്രോൾ പമ്പിൽ കയറാൻ ശ്രമിച്ചതായും പോലീസ് ചോദ്യം ചെയ്തതിൽ തെളിഞ്ഞു. റിംഷാദും സംഘാംഗമായ മുഹമ്മദ് ഷിഫാനും കൂടി കോയമ്പത്തൂരിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് പാലക്കാട്ട് വന്നാണ് നവക്കോട്ടുള്ള പെട്രോൾ പമ്പിൽ കയറി 20,000 രൂപയും ടാബും മോഷ്ടിച്ചത്. മോഷ്ടിച്ച ടാബ് റിംഷാദിനു വേണ്ടി വിറ്റുകൊടുത്തതിനും ഒളിവിൽ താമസിപ്പിച്ച കുറ്റത്തിനും പാലക്കാട് സ്വദേശിനിയെയും പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതിയായ മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് ഷിഫാനെയും നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു.
പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് CCTV കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായും ചടുലമായും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി റിംഷാദിനെ പിടികൂടാനായത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS, ASP രാജേഷ് കുമാർ IPS എന്നിവരുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിലെ മൂന്നാം പ്രതിയായ പാലക്കാട് സ്വദേശിനിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഡാമിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രത്യാഘാതങ്ങളുണ്ടാക്കില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്ന് A പ്രഭാകരൻ MLA. മണ്ഡലത്തിലെ ജനപ്രതിനിധികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നും MLA പറഞ്ഞു. ഈ വിഷയത്തിൽ ആദ്യമായാണ് MLAയുടെ പ്രതികരണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ആഘാത പഠനം നടന്നുവോ ഇല്ലയോ എന്നത് തൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലെന്നും MLA A പ്രഭാകരൻ പറഞ്ഞു. കമ്പനി അധികൃതർ തിരുവനന്തപുരത്ത് വെച്ച് രൂപരേഖയും മോഡലും കാണിച്ചു തന്നു. ആധുനിക സംവിധാനത്തോടെ നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് ദോഷം ചെയ്യില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് പിന്തുണച്ചത്. നോഡൽ ഓഫീസറായിരുന്ന ദിവ്യ S അയ്യർ കലക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥരുമായും മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്തിട്ടുണ്ട്. പ്ലേ ഗ്രൗണ്ട്, ക്വാർട്ടേഴ്സ് എന്നീ സൗകര്യങ്ങളോടെയാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. സംസ്കരണത്തിന് ശേഷം അവശേഷിക്കുന്ന മാലിന്യം സിമൻറ്റ് ഫാക്ടറികൾക്കും തെർമൽ പവർ പ്ലാന്റിനും കൈമാറും. ഉയരത്തിൽ നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് മഴ പെയ്താലും മാലിന്യം ഡാമിലേക്ക് ഒലിച്ചിറങ്ങില്ല. മാലിന്യങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും സംസ്കരിക്കാൻ പാടില്ലെന്നതാണ് ചില പരിസ്ഥിതിവാദികളുടെ നിലപാട്. മാലിന്യ പ്രശ്നം രൂക്ഷമായി ഉണ്ടാക്കുന്ന ഇമേജിനെതിരെ ഇവരാരും മിണ്ടുന്നില്ല. ഖരമാലിന്യ പ്ലാന്റിൻ്റെ ദോഷഫലങ്ങൾ പ്ലാന്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയാലേ അറിയാൻ കഴിയൂവെന്നും MLA പറഞ്ഞു. അവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി മാഡം, ഇത് ജനങ്ങളുടെ ആശങ്കയാക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് പാലക്കാട് കളക്ട്രേറ്റ് അന്ന് ചിത്ര IAS കളക്ടറായിരിക്കും അതിനായിട്ട് രജിസ്ട്രീകരണം നടത്തി. അത് പോരാ, എൻ്റെ മണ്ഡലത്തിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് കൂടി അവർക്ക് ഇതിൻ്റെ സംശയ നിരൂപണത്തിന് പറ്റുന്ന രീതിയിൽ ഈ വിഷയത്തിൽ ഒരു സഹായം ചെയ്യണം പറഞ്ഞു. അവർ വന്നു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തി. ആ പഞ്ചായത്തിലെ മെമ്പർമാരെയും അതുപോലെ തന്നെ അവിടുത്തെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഞാനും അടക്കം പങ്കെടുത്ത്, കുറേ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത് അവരതിൻ്റെ പ്രോജക്റ്റ് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. എന്നിട്ട് ഈ വിഷയം ബോധ്യപ്പെടുത്തി. സത്യത്തിൽ അവർ പറഞ്ഞതിനനുസരിച്ച്, എനിക്കറിയില്ല അതിൻ്റെ പറഞ്ഞതിനനുസരിച്ച് അതിൻ്റെ മുകളിലിപ്പോൾ പ്ലേ ഗ്രൗണ്ട്, ക്വാർട്ടേഴ്സ് ഇതടക്കം വരും. അതിൽ നമ്മൾ സംസ്കരിക്കുന്ന സാധനം സിമൻറ്റ് ഫാക്ടറികൾക്കും അതുപോലെ തന്നെ തെർമൽ പവർ സ്റ്റേഷനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു മോഡലും കാണിച്ചു തന്നു. സ്വാഭാവികമായും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ മറ്റൊരു അഭിപ്രായം പറയാം, ഇത് എവിടെയെങ്കിലും കൊണ്ട് സംസ്കരിക്കണ്ടേ? ഭൂമിയിൽ എവിടെയും പറ്റില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രക്ഷോഭം ഉണ്ടാക്കിയ മലമ്പുഴ ഡാമിലേക്ക് പോകണം. നിങ്ങൾ ഡാം കണ്ടിട്ടുള്ള ഈ പ്രദേശത്ത് ഒരു കാരണവശാലും മഴ പെയ്താൽ വെള്ളം ഡാമിലേക്ക് വരില്ല. മനസ്സിലായില്ല? അവിടെ ഇപ്പോൾ നടത്തിയിട്ടില്ല ഇമേജ്. നിങ്ങൾ ആരും അത് പറയുന്നില്ല. ഇമേജ് ഉണ്ട്. അവരവിടെ കൂട്ടിവെച്ച് ആ എന്താണ് നമ്മുടെ റോഡ് വന്ന കാലത്ത് പല ഒരു ആകാശം മുട്ടുന്ന ദൂരത്ത് അവർ തന്നെ തീ വെച്ചു. എന്നിട്ട് പറഞ്ഞു കാട്ടുതീ വന്നതാണ്. അതിനാരും അതിനെതിരായിട്ട് പറയുന്നില്ല. ഇത് ആധുനികമായി സംവിധാനങ്ങളോടുകൂടി സംസ്കരിക്കാനുള്ള ഒരു പുതിയ പ്ലാന്റ് വരുമ്പോൾ അതിനെതിരായിട്ട് ചില പരിശീലിക്കാനും ചിലവരൊക്കെ പറയാം. മലമ്പുഴ ഡാമിനോട് ചേർന്ന് വരുന്ന ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനെക്കുറിച്ച് ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നേരത്തെ MLA A പ്രഭാകരനും ഉദ്യോഗസ്ഥരും വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കുറുക്കൻപാറ സ്വദേശി 44 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ത്യയുടെ അഭിമാനമാണ് ഡോക്ടർ BR അബ്ദേക്കർ എന്ന് മുഹമ്മദ് മുഹസിൻ MLA. പട്ടാമ്പിയിൽ അബ്ദേക്കർ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. അംബേദ്കറുടെ സ്മരണകൾ പോലും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവർ ഇന്ന് സമൂഹത്തിലുണ്ടെന്നും MLA പറഞ്ഞു. ഒരു സാധാരണ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ അർഹതയില്ലാത്ത തരത്തിൽ ജാതി വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ട തൊട്ടുകൂടായ്മയും കീഴിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് ഉയർന്നു വന്ന് പോരാട്ടം നടത്തി ഇന്ത്യയിൽ പഠനം നടത്തി ഇന്ത്യക്ക് പുറത്ത് ലണ്ടനിലും
കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠനം നടത്തി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കഴിവുകൾ തെളിയിച്ച് അതിനുശേഷം നമുക്കൊക്കെ അഭിമാനമാകുന്ന രീതിയിൽ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ശില്പിയാവുകയും വെറുതെ പേരിന് മാത്രം ശില്പിയാവുകയല്ല, ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ആർട്ടിക്കിളുകളുടെയും ശില്പിയാവുകയും എന്തിനധികം പറയണം. കേരള പട്ടികജാതി പട്ടികവർഗ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി പെൻഷൻ ഭവനിൽ അംബേദ്കർ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. സംഘടനാ പ്രസിഡന്റ് രാജൻ തൃത്താല അധ്യക്ഷത വഹിച്ചു. തൊഴിൽ സാധ്യതയും തൊഴിൽ സംരംഭങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി അസോസിയേറ്റ് പ്രൊഫസർ സിന്ധു ഭാസ്കർ ക്ലാസ് എടുത്തു. ഇ അജിത് കുമാർ, ഡോക്ടർ വി എ പ്രഭാകരൻ, ഇ പി കുമാരദാസ്, എം പി കുമാർ, അഡ്വക്കേറ്റ് ദാമോദരൻ കുറുവാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. 25 വർഷമായി വിളയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയിൽപ്പെട്ട നീലടി സുധാകരനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ തടസ്സമാകുന്നത് കേന്ദ്ര നിയമമാണെന്ന് എ പ്രഭാകരൻ MLA. കേരളത്തിലെ കാട്ടാനശല്യം തടയാൻ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 1480 കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ നിരാകരിച്ചെന്നും MLA പറഞ്ഞു. മലമ്പുഴ മേഖലയിലെ കാട്ടാനശല്യം പരിഹരിക്കാനായി ബന്ധപ്പെട്ടവരുമായി നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ടെന്നും MLA പറഞ്ഞു. മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത്. കിടങ്ങും ഫെൻസിങ്ങും ശാശ്വത പരിഹാരമല്ല. ശാശ്വത പരിഹാരത്തിനായാണ് റെയിൽ ഫെൻസിങ്ങിനായി കേന്ദ്രത്തിന് 1480 കോടിയുടെ പദ്ധതി സമർപ്പിച്ചത്. ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല. മലമ്പുഴയിലെ പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് 74.66 കോടി അനുവദിച്ചത്. ഏകദേശം 1480 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കേരള സർക്കാർ, ഞങ്ങളൊക്കെ ചില MLA മാർ ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ MLA മാർ നിയമസഭയിൽ പലതവണ ഉന്നയിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു. 10 വയസ്സ് കൊടുത്തു. അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ റെയിൽ ഫെൻസിങ് ഇടണമെങ്കിൽ അടുത്ത് ആന കടക്കാത്ത രീതിയിൽ വളഞ്ഞും തിരിച്ചൊക്കെ ഇട്ടിട്ട് വേണ്ട കൊണ്ടുപോകുക. എൻ്റെ മണ്ഡലത്തിൽ തന്നെ വാളയാർ മുതൽ കല്ലടിക്കോട് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശത്ത് ഫെൻസിങ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 500-600 കോടി രൂപ വേണം. അപ്പോൾ അതാണ് സർക്കാർ 1480 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി കേരള ഗവൺമെൻറ് അയച്ചു കൊടുത്തപ്പോൾ ഇത്രയും പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ഇത് MLA രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാനേ കുറേ ഇവിടുത്തെ കേന്ദ്ര ഭരണകക്ഷിൻ്റെ നേതാക്കന്മാരുണ്ട്. ശാസ്ത്രവുമായി ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ മലമ്പുഴയ്ക്ക് പോയ കുറേ ബോർഡ് കാണാം. എന്തോ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു എന്ന്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത് എന്നെ കാരണമുണ്ട്, അതാരും പറയുന്നില്ലല്ലോ. ഇവിടെ 6 തവണ ഞാൻ സബ്മിഷനും അതുപോലെ ശ്രദ്ധ ക്ഷണിക്കലായിട്ട് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് പിന്നെ ടൂറിസം മന്ത്രിയെ വിളിച്ച് മലമ്പുഴയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഏജൻസിയെ വെച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ് കേന്ദ്രത്തിന് കൊടുത്തു. 74.66 കോടി രൂപ അംഗീകരിച്ച് വെച്ചു. ഇവിടെയുള്ള കേന്ദ്ര ഭരണത്തിൻ്റെ വക്താക്കൾക്കൊന്നും ഇത് അറിയുക പോലുമില്ല. പത്രത്തിൽ വന്നപ്പോൾ ഇവരാണിത് കൊണ്ടുവന്നത് എന്ന രീതിയിൽ. കൂടുതൽ RRT സംഘമില്ലാത്തത് പ്രശ്നം ഗുരുതരമാക്കി. MLAക്കെതിരെയും മന്ത്രിക്കെതിരെയും പറയുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. പുതുശ്ശേരിയിലെ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിലും കേന്ദ്ര നിസ്സംഗതയാണ്. കാട്ടാന പ്രശ്നം കൂടുതൽ തവണ നിയമസഭയിൽ സബ്മിഷനായും അല്ലാതെയും ഉന്നയിച്ചതുകൊണ്ട് മറ്റ് MLAമാരുടെ പരിഹാസപാത്രമായെന്നും എ പ്രഭാകരൻ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര GHSലെ 1987-88 SSLC ബാച്ചിൻ്റെ സംഗമം സംഘടിപ്പിച്ചു. മങ്കര ഫോർച്യൂൺ ഹിൽസിൽ നടന്ന സംഗമത്തിൽ 50ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ NM അച്യുതദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KS ഉണ്ണികൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ചു. TR കുമാരൻ, PK റഷിയമ്മ, മോഹൻ കൊയിലത്ത്, ശാന്തി എന്നിവർ സംസാരിച്ചു. PM ജയചന്ദ്രൻ സ്വാഗതവും രാമു കോട്ട നന്ദിയും പറഞ്ഞു. ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് നമ്മൾ കടക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കാരണം കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടായിരുന്നില്ല, അതെനിക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഏതെല്ലാം നഷ്ടങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടങ്ങളിൽ ഒന്ന് അതായിരിക്കും എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത്
തമ്മിൽ സംസാരിക്കുക പോലും ചെയ്യാതെ വെറും പുസ്തക പൂക്കളായിക്കൊണ്ട് ഇരുന്നുകൊണ്ട് നമ്മൾ പോകും. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭമായിരുന്നു. നമുക്ക് അന്ന് അതിനെപ്പറ്റി ഇത്രയോളം നമുക്ക് ചിന്തിക്കാനുള്ള ശക്തിയും അന്നുണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു. കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട് അന്തിയുറങ്ങാൻ കഴിയാതെ വലയുന്ന വീട്ടമ്മയ്ക്ക് CPIM-ന്റെ നേതൃത്വത്തിൽ വീടൊരുങ്ങുന്നു. CPIM പത്തിരിപ്പാല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് നഗരിപ്പുറം പനംതൊടിത്തോട്ടത്തിൽ സത്യഭാമയ്ക്ക് കിടപ്പാടം ഒരുങ്ങുന്നത്. കഴിഞ്ഞ കാലവർഷക്കെടുതിയിലാണ് സത്യഭാമയുടെ വീട് നിലംപൊത്തിയത്. തുടർന്ന് CPIM പത്തിരിപ്പാല ബ്രാഞ്ച് കമ്മിറ്റിയെ സമീപിച്ചതോടെയാണ് നടപടിയായത്. തകർന്ന വീടിന് സമീപത്ത് പ്ലാസ്റ്റിക് കൂടിൽ കെട്ടിയാണ് വിധവയായ 64-കാരി സത്യഭാമ നാളിതുവരെ താമസിച്ചിരുന്നത്. സുമനസുകളുടെ സഹായത്തോടു കൂടിയാണ് 7 ലക്ഷം രൂപ ചെലവിൽ 530 സ്ക്വയർ ഫീറ്റിൽ സ്നേഹഭവനം ഒരുങ്ങുന്നത്. ഓണത്തിന് മുൻപ് തന്നെ വീട് പൂർത്തീകരിച്ച് കൈമാറും. വീടിന്റെ ശിലാസ്ഥാപനം CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് നിർവഹിച്ചു. ഒരു മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടത്താൻ വേണ്ടിയിട്ട് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രദേശത്തുള്ള പാർട്ടി എന്നുള്ളതിലേക്ക് നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് ആണ്. പിന്നെ അടുത്ത കാലത്തായിട്ട് സജീവമായിക്കൊണ്ടിരിക്കുന്ന BJP ആണ്. കോൺഗ്രസിനെ പോലെയോ BJPയെ പോലെയല്ല CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി. നടത്താൻ വേണ്ടി കഴിയുന്ന കാര്യം മാത്രമാണ് പ്രഖ്യാപിക്കുക. വാർഡംഗം AA ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, ബ്ലോക്ക് അംഗം അബ്ദുൽ മുത്തലവി, TR ശശി, SJN നജീബ്, M. ഉണ്ണികൃഷ്ണൻ, K. സൈതലവി, OM മുരളി, PK ഉണ്ണികൃഷ്ണൻ, M. സുരേഷ്, V. മോഹനൻ എന്നിവർ സംസാരിച്ചു. AVM റസാഖ് സ്വാഗതവും PA ഷാജു പത്തിരിപ്പാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം സംഘടിപ്പിച്ചു. അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സർഗോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. എല്ലാ കഴിവുകളും നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ മക്കൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നോ അതെല്ലാം ഈ കുടുംബശ്രീ സംവിധാനത്തിലുണ്ട്. അപ്പൊ ഈ അരങ്ങ് 2025 പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ സമരം ശക്തമാക്കി കോൺഗ്രസ്. സ്ഥാപനം പ്രവർത്തിക്കുന്ന മാട്ടായിൽ 2ാം ഘട്ട സമരപരിപാടികൾ തുടങ്ങി. തട്ടിപ്പിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടിയുണ്ടാകും വരെ സമരം തുടരുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിലുള്ള പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അമ്പലപ്പാറ കണ്ണമംഗലത്ത് മധ്യവയസ്കനെ സുഹൃത്ത് വെട്ടിക്കൊന്നത് മദ്യലഹരിയിലെന്ന് പോലീസ്. കടമ്പഴിപ്പുറം സ്വദേശി രാമദാസ് കൊല്ലപ്പെട്ടത് ഇന്നലെ വൈകിട്ട്. പ്രതി കണ്ണമംഗലം സ്വദേശി ഷൺമുഖനെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കകം. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നു രാവിലെ പൂർത്തിയായി. മലമ്പുഴ ഡാമിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയത്തിൽ പ്രതികരണവുമായി A. പ്രഭാകരൻ MLA. മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് കരുതുന്നില്ല. എതിർപ്പ് ഏതു പദ്ധതിയെയും ആദ്യം എതിർക്കുന്നവരുടെ ഭാഗത്തു നിന്നു മാത്രമെന്നും MLA. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ തടസ്സമാകുന്നത് കേന്ദ്ര നിയമങ്ങളെന്നും A. പ്രഭാകരൻ. പിരായിരി പെട്രോൾ പമ്പ് കവർച്ചാ കേസ് അന്വേഷണത്തിനിടെ തെളിഞ്ഞത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണ കേസുകൾ. കേസുകൾക്ക് തുമ്പുണ്ടായത് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായ പ്രതി ചാവക്കാട് സ്വദേശി റിംഷാദിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ. പമ്പ് കവർച്ചാ കേസിൽ തൊണ്ടി മുതൽ വിൽക്കാൻ പ്രതിയെ സഹായിച്ച പാലക്കാട് സ്വദേശിനിയും അറസ്റ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.